നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈനാണ് ആ ബ്ലൂ ടീഷർട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. അതിന് നമ്മൾ ഒരു പ്ലെയിൻ ബ്ലൂ ടീഷർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2 പച്ചക്കറി, 2 പെയിൻറ്റും പിന്നെ ഒരു പേപ്പർ നൈഫ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അതിനായിട്ട് നമ്മൾ കറിക്കൊക്കെ കൊണ്ടുവന്ന ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആഫ്റ്റർ പ്രിൻറ്റിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി കറിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2 പെയിൻറ്റ് യൂസ് ചെയ്യണുള്ളൂ, ഒരു വൈറ്റും ഒരു ബ്ലൂവും. എനിക്ക് തോന്നുന്നു ഇത് ഷോപ്പിൽ 20 ആണെന്ന് തോന്നുന്നത് ഇതിന് പ്രൈസ്. അതുപോലെ തന്നെ 2 പേപ്പർ നൈഫും. അത് ഒന്ന് കട്ട് ചെയ്യാനും ഒന്ന് ഡിസൈൻ നമുക്കൊന്ന് ഷാർപ്പായത് കട്ട് ചെയ്യാനും വേണ്ടി മാത്രം യൂസ് ചെയ്യണേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ് ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്ത് ബാക്കി വേറെ ഒന്നും ചെയ്യണില്ല അതൊന്ന്. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു പോർഷൻ എടുത്തു. അതുമ്പോൾ 2 ഫ്ലേവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ക്യാരറ്റിനെ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുന്ന സൈഡ് നോക്കി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനൊരു 6 ആ റൗണ്ടിനെ നമ്മൾ ഒരു 6 പാർട്ടീഷൻ ചെയ്തു. എന്നിട്ട് ആ പാർട്ടീഷൻ ചെയ്തതിൻ്റെ 2 സൈഡ് തന്നെ ഭാഗങ്ങൾ കർവായിട്ട് കട്ട് ചെയ്ത് കളയാണ്. അതായത് ഒരു ഫ്ലവറിൻ്റെ എതളിൻ്റെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ 2 സൈഡിൽ നിന്നും കർവായിട്ട് കട്ട് ചെയ്ത് കളയും തോറും അതിനൊരു ഫ്ലവറിൻ്റേതായിട്ടുള്ളൊരു ഷേപ്പ് താനെ വരും. ഇതുപോലെ 2 സൈഡിൽ നിന്നും പതുക്കെ കുറേശ്ശെ ഒന്ന് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ ഷേപ്പ് താനെ വരും അതിന്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. കാരണം ബ്ലേഡ് ഇച്ചിരി ഷാർപ്പായ കാരണം കട്ട് ചെയ്ത് പോകാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ 2ാമത്തെ ഒരു ഫ്ലവർ ഒരു ഇച്ചിരി കൂടി സൈസ് കൂടിയ രീതിയിൽ ആ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താലും മതി. അതിൽ നമ്മൾ വേറൊരു ഫ്ലവറിന് വേറൊരു ഡിസൈൻ ടൈപ്പാണ് വെട്ടാൻ ഉദ്ദേശിക്കണേ, ഈ ഫ്ലവറിനെ ഒന്നും വ്യത്യസ്തമായിട്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 ആ റൗണ്ടിനെ പാർട്ടീഷൻ ചെയ്തു. അതിപ്പോൾ വ്യത്യസ്തമായ വേറെ ഡിസൈൻ വേണമെന്നില്ല, ഈ സെയിം ഫ്ലവർ തന്നെ വെട്ടാനാണ് എളുപ്പമെങ്കിൽ അത് വെട്ടിയാലും അത് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് ഓരോ എതൾ വെട്ടണതിൻ്റെ ഇടയിലും ഒരു ലവ് ഷേപ്പ് വരുന്ന രീതിയിലുള്ള ടൈപ്പിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ഓരോ എതളിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വി പോലെ വീണ്ടും കട്ട് ചെയ്ത് കളയാമെന്നാണ്. അപ്പോൾ അതിനൊരു വേറൊരു ഷേപ്പ് താനെ വരും അതിന്. അപ്പോൾ അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡും കർവാക്കി അതിനുശേഷം ഓരോ എതളിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് ഒരു വി പോലെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഷേപ്പ് താനെ വന്നോളും. ആ ഒരു എതളിന് വേറെ ഒരു ഷേപ്പിൽ തന്നെ ഒരു വ്യത്യാസം വരും താനെ. ഇപ്പോൾ ഫ്ലവർ 2ാമത്തെ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഷേപ്പിലാണ് ഇരിക്കുന്നത് ഫ്ലവർ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് അതിൻ്റെ ഔട്ടർ എഡ്ജ് മാത്രം അങ്ങനെ ഷാർപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഡിസൈനുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീഷർട്ടിൽ ആ പ്രിൻ്റ് ചെയ്യേണ്ട പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാനാണ്. കാരണം ഒരു ചെരിവൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും വരാൻ പാടില്ലല്ലോ. അത് കാരണം കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് അതിനെ മാർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഒരു നെക്കിന് കുറച്ച് ഒരു 10, 12, 15 ഉള്ളിൽ 12, 15 ഉള്ളിൽ വന്ന രീതിയിൽ നെക്കിൽ നിന്നും ഷോൾഡറിൽ നിന്നും ഒരു ഏകദേശം അളവ് വന്ന രീതിയിൽ എടുത്താണ്. അപ്പോൾ താഴത്തും മോഡലും അതിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ടൈമിൽ നമുക്കൊരു നോക്കാനായിട്ട് പറ്റില്ല, ചെരിവുണ്ടോ നേരെയാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിടണേ. ഇത് സാധാ സ്പോഞ്ചാണ്, അതിലാണ് കളർ അപ്ലൈ ചെയ്യണത്. കാരണം ഇപ്പോൾ നമുക്കൊരു പ്രിൻറ്റിങ്ങിനായിട്ടുള്ളൊരു സീലൊക്കെ പ്രസ് ചെയ്യണ പോലെ ഒരിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങിന് ഒരു പിടിക്കാനായിട്ടൊരു ഹാൻഡിൽ പോലെ
ഉരുളക്കിഴങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അത് കയ്യിൽ നിന്ന് വീണ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ആ കത്തി കൊണ്ട് അതിൻ്റെ ഇപ്പുറം ഒരു വി പോലെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാനായിട്ടൊരു ഹാൻഡിൽ പോലെ കിട്ടും. ഈ ഡ്രസ്സിന് താഴെ വെച്ചാണ് സ്പോഞ്ചാണ്. അതിപ്പോൾ നമുക്ക് ഇവിടെ ഷോപ്പുകളിൽ കിട്ടുമായിരിക്കും. ചെറിയ ചെറിയ ഷീറ്റുകളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു പ്രിൻ്റ് ചെയ്യുമ്പോൾ ഒരു പ്രസ്സിങ് ആയിട്ട് പോലെ കിട്ടും ക്ലോത്തിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആ ഉരുളക്കിഴങ്ങ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പർ വെച്ച് പ്രിൻ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് പുറത്തേക്കുള്ള പോർഷൻ നമുക്ക് പേപ്പറിൽ പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാത്രമേ ക്ലോത്തിൽ പ്രിൻ്റ് ആവും. ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആ മാർക്ക് ചെയ്തതിന് പുറത്തേക്ക് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ വയ്ക്കുമ്പോൾ കോർണറിൽ 2 കോർണർ വന്നിടത്ത് 2 പേപ്പർ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ആ ഒരു കോർണറിൽ ജസ്റ്റ് ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം മതി ആ ഉരുളക്കിഴങ്ങിൽ ചെയ്താണ് ഡിസൈനിൻ്റെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അകലങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഒരു സെയിം അകലം വന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്യണമെന്നുള്ളൂ. മുട്ടിച്ച് വയ്ക്കണതിന് കുഴപ്പമൊന്നുമില്ല. മുട്ടിച്ച് വെച്ചാലും അതിൻ്റേതായിട്ടൊരു ഭംഗി ഉണ്ടാവും അതിന്. അപ്പം അതല്ലാത്ത രീതിയിൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇതാണ് നമ്മൾ ചെയ്തെടുത്ത ഡിസൈൻ. അതായത് നമ്മൾ പേപ്പറൊക്കെ വെച്ച് അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് ഷാർപ്പ് ചെയ്ത് പുറത്തേക്ക് പ്രിൻ്റ് ആവാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി വെട്ടിയാണ് ക്യാരറ്റിൽ കട്ട് ചെയ്തെടുത്താണ്. ആ ഫ്ലേവറും കൂടി നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളറിൽ ഈ വൈറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫ്ലവർ കിട്ടുമ്പോൾ അതിൻ്റെ എതളിൻ്റെ ഓരോ നടുക്കും നമ്മൾ വി പോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം അത് പെയിൻറ്റ് കൂടുതലായിട്ട് ഇതിൽ പിടിച്ചിരുന്നാലും ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരു വൈറ്റ് അടിയിൽ നിന്ന് കാണണമല്ലോ, അപ്പോഴതിനൊരു ഭംഗി കൂടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലവറിൻ്റെ നടുക്കിലൊക്കെ ഒരു വി പോലെ കട്ട് ചെയ്ത് കളയണേ. ഇപ്പോൾ നമ്മൾ വെട്ടിയൽ വലിയ ഫ്ലവർ ഏകദേശം എല്ലാത്തിലും നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ പേപ്പർ വെച്ച് തന്നെയാണ് പ്രിൻ്റ് ചെയ്തത് കേട്ടോ, ചില സൈഡുകളിലൊക്കെ. ഇപ്പോൾ നമ്മൾ വെട്ടിയൽ കട്ട് ചെയ്തെടുത്താണ് ആ ചെറിയ ഫ്ലവർ നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ച് ആ ഒരു ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ച് തന്നെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യണത്. ആ ഒരു എഡ്ജിലും വൈറ്റ് കിട്ടാൻ പാകത്തിനും ഈ വലിയ ഫ്ലവറിൽ നിന്ന് കുറച്ച് നീങ്ങിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേപ്പർ വെച്ച് ഇത് ചെയ്യണത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു 3/4 ഭാഗമൊക്കെ ഒരു ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിനൊക്കെ കുറവ് ഹാഫൊക്കെ ഉണ്ടാവുള്ളൂ. ആ രീതിയിലാണ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് പേപ്പർ വെച്ച് നമ്മൾ ആ വേണ്ടാത്ത പോർഷൻ നമ്മൾ പേപ്പറിലേക്ക് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടാമതുണ്ടായിരുന്ന ചെറിയ ഫ്ലവർ നമ്മൾ ഇതിനകത്ത് എല്ലാവിടെയും ഒരു ഗ്യാപ്പൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാവിടെയും. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത ഡിസൈൻ. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ അധികം ചിലവൊന്നുമില്ല. ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ 2 പെയിൻറ്റ്, ഒരു കത്തിയുടെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഡിസൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ ആയിട്ടൊരു ഹെൽപ്ഫുള്ളായിരിക്കും അത്.